ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 4. അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 27, പേജ് നമ്പർ 268. സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. പദാനുപദം. അപരേ അപരന്മാർ, സർവാണി സർവങ്ങളായ എല്ലാ, ഇന്ദ്രിയകർമാണി ഇന്ദ്രിയകർമ്മങ്ങളെയും, പ്രാണകർമാണി ച പ്രാണകർമ്മങ്ങളെയും, ജ്ഞാനദീപിതേ ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള പ്രേരണയിൽ, ആത്മസംയമയോഗാഗ്നൗ മനോനിയന്ത്രണമാകുന്ന യോഗാഗ്നിയിൽ, ജുഹ്വതി ഹോമിക്കുന്നു. വിവർത്തനം. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തത്പരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഭാവാർത്ഥം. പതഞ്ജലിയുടെ യോഗ പദ്ധതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പാതഞ്ജല യോഗസൂത്രത്തിൽ ആത്മാവിനെ പ്രത്യാഗാത്മാ പരാഗാത്മാ എന്ന് 2 വിധത്തിൽ പറയുന്നുണ്ട്. ഇന്ദ്രിയ സുഖാകൃഷ്ടനായിരിക്കുമ്പോൾ ആത്മാവ് പരാഗാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ അതേ ആത്മാവ് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ പ്രത്യാഗാത്മാവ് എന്നറിയപ്പെടുന്നു. ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന 10 വിധ വായുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയനാണ് ആത്മാവ്. ആ പ്രവർത്തനങ്ങൾ ശ്വസനവിധാനത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ആത്മാവിൻ്റെ ഭൗതികാസക്തികളെ ശുദ്ധീകരിക്കാനുതകത്തക്ക വിധത്തിൽ ശരീരവായുക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുകൂലമാക്കണം. ശരീരവായുക്കളുടെ പ്രവർത്തനങ്ങളെ സാങ്കേതികമായി എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പാതഞ്ജല യോഗം നിർദ്ദേശിക്കുന്നു. ഈ യോഗ പദ്ധതി പ്രകാരം പ്രത്യാഗാത്മാവത്രേ ആത്യന്തിക ലക്ഷ്യം. അതാകട്ടെ ഭൗതിക വിഷയങ്ങളിൽ നിന്നും തികച്ചും പിന്മാറലാണു താനും. ഇന്ദ്രിയങ്ങളെല്ലാം അതാതു വിഷയങ്ങളിൽ പ്രവർത്തിക്കും.
കണ്ണ് കാണുന്നതിൽ, ചെവി കേൾക്കലിൽ, മൂക്ക് മണക്കലിൽ, നാവ് ആസ്വാദനത്തിൽ, കൈ സ്പർശനത്തിൽ, അങ്ങനെ ഓരോന്നും ബാഹ്യ വിഷയങ്ങളിലേർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതെല്ലാം പ്രാണവായുവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് പറയപ്പെടുന്നു. അപാനവായു താഴോട്ടു പോകുന്നു, വ്യാനവായു വികാസ സങ്കോചങ്ങളുണ്ടാക്കുന്നു, സമാനൻ സമനില പാലിക്കുകയും ഉദാനൻ മേലോട്ട് പോകുകയും ചെയ്യുന്നു. ഇവയെല്ലാം ആത്മസാക്ഷാത്കാരത്തിനുപയോഗപ്പെടുത്താം. ഹരേ കൃഷ്ണ.